കൊല്ലത്ത് നിന്നുകൂടി ഒരു അപകടത്തിന്റെ വാർത്ത വരുന്നു. കൊല്ലം കൊട്ടിയത്തെ വാഹനാപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിക്ക് മുൻപിൽ നിയന്ത്രണം തെറ്റിയ കാറ് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. അപകട സ്ഥലത്ത് തന്നെ കാറിൽ ഉണ്ടായിരുന്ന 2 യുവാക്കളും മരിച്ചു. എസ് ജയശങ്കറുടെ കൂടുതൽ വിവരങ്ങളുമായി. ജയശങ്കർ, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? അമിത വേഗതയിലായിരുന്നോ കാർ? ജയശങ്കർ, കേൾക്കാമെങ്കിൽ? ഈ കാറിൽ ഉണ്ടായിരുന്ന 2 പേരും അപകട സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. കാറിന്റെ ചിത്രം കാണുമ്പോൾ അതിഭീകരമായ അപകടമാണ്. അമിത വേഗതയിലായിരുന്നു കാറെന്ന് തോന്നുന്നു. ഡോക്ടർ അരുൺ, വൈകിട്ട് 3:30 കൂടിയാണ് ഇത്തരത്തിൽ കൊല്ലം കൊട്ടിയം പട്ടരമുക്കിൽ അപകടമുണ്ടാകുന്നത്. നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് മുന്നിലേക്ക് നിയന്ത്രണം തെറ്റിയ കാറ് വന്ന് ഇടിച്ചു കയറുകയായിരുന്നു. നമുക്ക് ആഘാതം കണ്ടാൽ തന്നെ മനസ്സിലാകും. കാറ് വലിയ അമിത വേഗതയിലായിരുന്നു. കാറിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും ഈ ടാങ്കർ ലോറിയുടെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. ഈ അപകട സ്ഥലത്ത് തന്നെ കാറിലുണ്ടായിരുന്ന 2 യുവാക്കളും മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഈ ടാങ്കർ ലോറിയുടെ ഡ്രൈവർ ഈ കാറിന്റെ ക്യാബിനിൽ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഈ അപകടത്തിന്റെ ആഘാതത്തിൽ ഈ ക്യാബിനുള്ളിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഇദ്ദേഹത്തെ പിന്നീട് ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് പുറത്തേക്ക് എടുത്തത്. ഇദ്ദേഹത്തിന്റെ കാലിന് സാരമായ പരിക്കുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്തായാലും ഈ അപകടത്തിൽ 2 യുവാക്കൾ മരണപ്പെട്ടിരിക്കുന്നു. ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇടിയുടെ ആഘാതത്തിൽ മരണപ്പെട്ടു എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. ഇവരുടെ മൃതദേഹം അവിടെ നിന്ന് നിലവിൽ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അമിത വേഗതയിൽ എത്തിയ കാറ് അത് നിയന്ത്രണം നഷ്ടമാവുകയും ഈ നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് മുന്നിലേക്ക് ഇടിച്ച് കയറുകയുമായിരുന്നു. ഡോക്ടർ അരുൺ. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു, ജയശങ്കർ.